ഒരു പ്രകൃതി ദുരന്തം ശിക്ഷയാണോ പരീക്ഷണമാണോ, ഇനി അത് മറ്റെന്തെങ്കിലുമൊക്കെയാണോ എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ വഹി വേണം. ഇത് ശിക്ഷയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രവാചകന്മാരാകണം. നമ്മളാരും അതല്ലല്ലോ. പ്രവാചകന്മാർ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ, വഹി നിലച്ചത് കൊണ്ടും തന്നെ ഇത് നമുക്ക് ശിക്ഷയാണെന്ന് ഉറപ്പിക്കാൻ സാധ്യമല്ല. ആരും അത് പറയരുത്, ഉറപ്പിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. ആയേക്കാം. അതേസമയം ശക്തമായ കാറ്റും തീയും മഴയുമെല്ലാം മുൻകാല ചരിത്രങ്ങളിൽ ചില സമൂഹങ്ങളിലേക്ക് അള്ളാഹു അയക്കപ്പെട്ട് അതിശക്തമായ ശിക്ഷയ്ക്ക് വിധേയമായ നാടുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുന്നിടത്താണ് എന്തിനാലായിരുന്നു അവർ ശിക്ഷിക്കപ്പെട്ടത് മുൻ സമൂഹങ്ങൾ എന്നുള്ള കാരണങ്ങൾ പരിശോധിക്കുന്നിടത്താണ് ഗുണപാഠങ്ങളുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാറ്റിനാൽ നശിപ്പിക്കപ്പെട്ടൊരു സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിശക്തമായ കാറ്റിനാൽ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയാണവർ. അതിശക്തമായ കാറ്റിലൂടെയാണ് ആ ധിക്കാരി സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത്. ആ നശിപ്പിക്കലിൻ്റെ കാരണം ഖുർആൻ പറഞ്ഞു, നിഷേധമായിരുന്നു. ഒരു പ്രവാചകനെ അയച്ച് ആ പ്രവാചകന്റെ നാവിൽ നിന്ന് ഹക്ക് സ്വീകരിക്കാൻ തൗഫീക്കില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശക്തമായി എതിർത്ത് പീഡനങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചു. كذبت عاد فكيف كان عذابي ونذر. ആദ് ഗോത്രം, അതായത് ഹൂദ് നബിയുടെ സമൂഹം വ്യാജമാക്കുകയുണ്ടായി, കളവാക്കുകയുണ്ടായി. എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും എങ്ങനെയായി തീർന്നു എന്ന് അവർ പിന്നീട് കാണുകയുണ്ടായി. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. ആദ് ജനതയുടെ മേൽ മുറിഞ്ഞു പോകാത്ത, നിലക്കാത്ത ഒരു ദുശഗുണത്തിൻ്റെ കൊടുങ്കാറ്റ്. അള്ളാഹു പറഞ്ഞത് നഹ്സിൻ മുസ്തമിർ എന്നാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ ദുശഗുണം എന്നാണ്. അങ്ങനെയുള്ളൊരു കൊടുങ്കാറ്റ് ആ സമൂഹത്തിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്തുണ്ടായി? തൻസിഉന്നാസ കഅന്നഹും അജാസു നഖ്ലിൻ മുൻഖഇർ. അതാ നാട്ടിലുള്ള ധിക്കാരി സമൂഹത്തെ പറിച്ചെടുത്തു എന്നാണ്, നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയായിരുന്നു അവരുടെ നാശം? ഖുർആൻ വരച്ചു കാണിച്ചത് എങ്ങനെയാണ്? കഅന്നഹും അജാസു നഖ്ലിൻ മുൻഖഇർ. കടപുഴകി വീണ ഈന്തപ്പന മരത്തിൻ്റെ മുരടുകളെ പോലെയായിരുന്നു ആ വലിയ ആരോഗ്യമുള്ള മനുഷ്യരുടെ തകർച്ച എന്നായിരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫകൈഫ കാന അദാബി വനുദുർ. എൻ്റെ ശിക്ഷകളും എൻ്റെ താക്കീതുകളും എങ്ങനെയായി തീർന്നു? അള്ളാഹു ചോദിക്കുകയാണ്, കുറിക്കുകൊണ്ടില്ലേ? അപ്പൊ മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാറ്റുകൊണ്ട് ശിക്ഷിച്ച സമൂഹത്തെ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് നിഷേധമായിരുന്നു അതിന് കാരണം എന്നുള്ളതാണ്. സൂറത്തുൽ അഹ്കാഫിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ 46-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ കാണാം, ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം. താഴ്വരകളിൽ മേഘങ്ങളെ അവർ കണ്ടുമുട്ടിയപ്പോ ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു, ഖാലൂ ഹാദാ ആരിദും മുംതിർനാ. മഴമേഘങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നമുക്ക് മഴ നൽകുന്ന ഒരു മേഘമിതാ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ബൽ ഹുവ മസ്തഅജൽതും ബിഹി. എന്നാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഏതൊരു ശിക്ഷയ്ക്ക് വേണ്ടിയാണോ ധൃതി കൂട്ടിയത്, ആ ശിക്ഷയാണിതാ കടന്നു വന്നിരിക്കുന്നത്. ശിക്ഷ എവിടെ എന്ന സമൂഹത്തെ, പ്രവാചകന്മാരെ പരിഹസിച്ച ആളുകൾക്കുള്ള പരീക്ഷണമായിരുന്നു അത് എന്നാണ്. അത് അല്ലാഹു പറയാണ്, റീഹുൻ ഫീഹാ അദാബുൻ അലീം.
അതേ വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്നൊരു ഭയങ്കരമായ കാറ്റ് ഒരു സമൂഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ശിക്ഷയിറങ്ങിയ ധാരാളം സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ പക്കലാണ്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ പക്കലാണ്. വിവരസാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ പല ആളുകളും, അവിടെയാണല്ലോ ഇപ്പൊ പ്രധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിവരസാങ്കേതിക വിദ്യയിൽ ഞങ്ങളെ ഇന്ന് മുൻകടക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു നാട്. എന്നാൽ പലതും നശിച്ച് ദിവസങ്ങളായി പടരുന്ന തീയണക്കാൻ പോയിട്ട് അതിനെ ചെറുതായ രൂപത്തിലൊന്ന് നിയന്ത്രിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. തങ്ങളുടെ പക്കലുള്ള അധുനാധുന സൗകര്യങ്ങളും ടൂൾസുകളും ഉപയോഗപ്പെടുത്തിയിട്ടും അവയെല്ലാം തീർന്നു പോകുന്നു എന്നല്ലാതെ നിശബ്ദനായി നോക്കി നിൽക്കാൻ മാത്രമേ അവർക്കും ലോക ജനതക്കും സാധ്യമാകുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പ്രകൃതിയെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ഈ സംഭവങ്ങളിലൂടെയെല്ലാം ചെയ്യുന്നത്. നമ്മളൊക്കെ പരസ്പരം ഈ വാർത്ത കേട്ടപ്പോൾ എന്താ സംസാരിച്ചത്? ഇത്രത്തോളം ഫെസിലിറ്റീസുകളുടെ രാജ്യമുണ്ടായിട്ട് ആ രാജ്യത്തിന് വരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം റബ്ബിൻ്റെ കയ്യിലാണ് നിയന്ത്രണങ്ങളുള്ളത്. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, പ്രപഞ്ചമാകട്ടെ, ഇതിൻ്റെ എല്ലാം മുദബ്ബിർ അല്ലാഹുവാണ്. അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂറത്ത് യാസീനിലെ വചനങ്ങളാണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അതിൻ്റെ ഓർബിറ്റലുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അസീസായ ഖദീറായ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണിതെല്ലാം. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സഞ്ചരിപ്പിക്കുന്നത് അള്ളയാണ്. അതിൻ്റെ കൺട്രോൾ അള്ളാഹുവിൻ്റെ പക്കലാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, ചന്ദ്രൻ, ആ ചന്ദ്രനും നാം ചില ഭവനങ്ങൾ കണക്കാക്കിയിരിക്കുന്നു എന്നാണ്. ഹത്താ ആദക്കൽ ഉർജൂനിൽ ഖദീം, അത് ഈന്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ ആയിത്തീരുന്ന ചന്ദ്രനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നു. ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമർ, സൂര്യൻ, ആ സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ പ്രാപിക്കുവാൻ പറ്റുകയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ മുൻകടക്കുകയുമില്ല. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, ഇതെല്ലാം ഓരോ സഞ്ചാര മണ്ഡലങ്ങളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ രണ്ടായത്തെന്ന് മനസ്സിലായത്? എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ആരുടെ പക്കലാണ്? അള്ളാഹുവിൻ്റെ പക്കലാണ് എന്നുള്ളതാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി വചനങ്ങളിൽ ഈ ആശയം അള്ളാഹു പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹ് പറയാണ്, ഇതിലെല്ലാം എന്തുണ്ട്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലആയാതിൽ ലിഖൗമി യതഫക്കറൂൻ, ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രകൃതിയുടെ നിയന്ത്രണം അള്ളാഹു ചില മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പുതിയ പണ്ഡിത സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മനുഷ്യൻ്റെ കൈകളിലാണത്രേ ലോകത്തിൻ്റെ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ, ആകാശത്തിൻ്റെ വിഹായസിലേക്ക് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നോക്കിയാൽ നമ്മെ നോക്കി കണ്ണിരുമുന്ന നക്ഷത്രമാകുന്ന അതിവലിയ ഗോളങ്ങൾ, ഭൂമിയുടെ 10 ഇരട്ടി വരെ വലിപ്പമുള്ള നക്ഷത്രങ്ങളെ അതിൻ്റെ ഓർബിറ്റലുകളിലൂടെ പരസ്പരം കൂട്ടിമുട്ടാതെ ഭ്രമണപഥത്തിലൂടെ കൊണ്ടുപോകുന്നത് കേവലം ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്താ? അദ്ദേഹം മരിക്കുന്നത് ഷുഗർ ബാധിച്ചിട്ടാണ് എന്നാണ്. സ്വന്തം ശരീരത്തിലെ ഷുഗറിനെ വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തിയാണോ
കൂട്ടരെ ലോകം നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ ജനങ്ങളോട് ഇപ്പം ചോദിക്കേണ്ട ചോദ്യമാണ്. പെട്ടെന്ന് ക്ലിക്കാവും. അദ്ദേഹത്തിൻ്റെ ഇടതുകാലിൻ്റെ ഷുഗർ ബാധിച്ച് ഡോക്ടർ പറഞ്ഞു മുറിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ച് ക്ഷമിച്ച് ജീവിച്ചോളാം മരിക്കോളം. ആ പറയപ്പെട്ട വ്യക്തി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച വിധേയമായിക്കൊണ്ടിരിക്കുന്ന രൗലി ഉണ്ടല്ലോ, അദ്ദേഹം പറയാണ് ഞാൻ മരിക്കോളം വേദന സഹിച്ച് ജീവിച്ചോളാം. അങ്ങനെ മരിച്ചു പോയാളാ. സ്വന്തം ശരീരത്തിൽ റൂഹ് കൊണ്ടുപോയപ്പോൾ വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ചില ആളുകൾ പറയുന്നു അള്ളാഹു അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കാൻ. ചിലർ പറയുന്നത് കുറച്ചു ഭാഗമാണ്, ചിലർ പറയുന്നു വല്ല മുഴുവനാണ്. ഇനി ശിർക്ക് തിരഞ്ഞ് നമ്മൾ എവിടെ പോകണം? ഖുർആൻ പറയുന്നു മക്കയിലെ മുശ്രിക്കുകൾ വരെ ഈ ലോകം നിയന്ത്രിക്കുന്നത് റബ്ബാണെന്ന് പറഞ്ഞവരാണ്. അതിൻ്റെ അപ്പുറത്ത് വരെ റുബൂബിയത്തിൽ, തൗഹീദിൻ്റെ റുബൂബിയത്തിൽ വരെ ശിർക്ക് വന്നു പോയ ഒരു ജനത. ആ ജനതക്കിടയിൽ നമ്മൾക്ക് ഇറങ്ങണം, അധ്വാനിക്കണം, പണിയെടുക്കണം. കാരണം അതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ചാരിറ്റി. ഒരു ക്യാൻസർ രോഗിയുടെ മുറിയൊപ്പുന്നതിനേക്കാൾ, വേദന ക്ഷമിക്കാൻ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ അതൊക്കെ ചെയ്യണം കേട്ടോ, അതല്ല പറഞ്ഞത്. അതിനേക്കാൾ വലിയ ചാരിറ്റി ഏതാ? നരകത്തിലേക്ക് അതേ കാലങ്ങളോളം നരകത്തിൽ കിടക്കുന്ന ശിക്ഷയായ ശിർക്ക് ചെയ്ത് നരകത്തിലേക്ക് നടന്നു പോകുന്നവരെ നസീഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ്. അതിന് ചെറിയ ഇടപെടലുകൾ നമ്മുടെ പക്കൽ നിന്ന് വേണം. നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്ത 10,000 ലക്ഷങ്ങൾ ലോകത്തുണ്ട് അല്ലേ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവങ്ങളൊക്കെ ഈ സമ്പന്നതയുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരു ഉത്തരം തെളിഞ്ഞു വരുന്നു. അതെന്താ? മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. വിവരസാങ്കേതിയുടെ ഉത്തുംഗതിയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങളും അതുപോലെ തന്നെ കടലിൻ്റെ ആഴികൾ ഒരു കാലഘട്ടത്തിൽ മത്സ്യങ്ങൾക്കും കടൽ ജീവികൾക്കും സ്വന്തമായിരുന്നുവെങ്കിൽ മനുഷ്യനത് കീഴടക്കിയ കാലഘട്ടം. ആകാശത്തിൻ്റെ വിഹായസ് ഒരു കാലഘട്ടത്തിൽ പക്ഷികൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്നത് കീഴടക്കി. വലിയ വലിയ എവറസ്റ്റ് കൊടുമുടികളും കാഞ്ചൻജംഗകളും അറിയപ്പെട്ട വനാന്തരങ്ങളും മനുഷ്യരെന്ന് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് അഭ്രപാളികളിലേക്ക്, സ്ക്രീനുകളിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ, എല്ലാം മനുഷ്യന്റെ കൺമുന്നിൽ ഒരു ചെറിയ സ്ക്രീനിൽ വിവരസാങ്കേതിക വിദ്യകൾ ലഭ്യമാകുന്ന ഈ ലോകത്ത് പലതും നേടിയെടുത്തു എന്നുള്ള അഹങ്കാരം മനുഷ്യ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ട് എങ്കിലും സഹോദരങ്ങളെ, അവർ ആ പളപളപ്പിൽ മറന്നുപോയത് റബ്ബിനെയാണ്. അപ്പോഴും മനുഷ്യ നീ എത്രയോ നിസ്സാരനും ദുർബലനുമാണ് എന്ന് അടിക്കടി സൂറത്തു നിസാഇന്റെ 28-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ഏതാണ് ആ വചനം? വഖുലിഖൽ ഇൻസാനു ളഈഫാ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദുർബലനായിട്ടാ. ഒരു വയറിളക്കം പിടിച്ച് 4 വട്ടം ബാത്റൂം പോയാൽ തീർന്നു നമ്മുടെ ഈ എന്താ പറയുക ആർജവവും നമ്മുടെ ഈ എന്താ പറയുക അഹങ്കാരവുമെല്ലാം അല്ലേ? ഒന്ന് പനി പിടിച്ച് സൈഡായാൽ കഴിക്കണ ഭക്ഷണത്തിന് രുചിയുണ്ടോ? സഹോദരങ്ങളെ, കണ്ണൊന്ന് ശരിക്ക് തുറക്കാൻ കഴിയുമോ? ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദന അനുഭവിക്കുന്നൊരവസ്ഥ അല്ലേ? അത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അതിപ്പോൾ ഇനി ലോക പോലീസാകുന്ന അമേരിക്കക്കാരനാണെങ്കിലും ദാരിദ്ര്യ രാജ്യത്ത് ജീവിക്കുന്നവനാണെങ്കിലും മനുഷ്യൻ്റെ ടോട്ടലി പ്രകൃതം എന്ന് തന്നെ വഖുലിഖൽ ഇൻസാനു ളഈഫ എന്നുള്ളതാണ് അല്ലേ? സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്. അതിനെ നമ്മൾ വിസ്മരിക്കാതെ വിനയത്തോടു കൂടി അഹങ്കാരം വെടിഞ്ഞ് ജീവിക്കുന്ന ആളുകളായാൽ ആ നാടിന് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും പടച്ചതാരാൻ? അള്ളാഹുവാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ മനുഷ്യന് വേണ്ടി നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിന് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണ് എങ്കിൽ കൂട്ടിക്കൂട്ടി തരും. ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ അധികരിപ്പിച്ചു തരും. എന്താ അല്ലാഹു പറഞ്ഞത്? വഇദ് തഅദ്ദന റബ്ബുകും ലശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തീർച്ചയായും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണോ, ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. അതല്ല നിങ്ങൾ നിഷേധികളായി നന്ദി കെട്ടവന്മാരായി ജീവിക്കുകയാണോ, വലയിൻ കഫർത്തും എന്ന് പറഞ്ഞെന്താ, നന്ദി കേട് കാണിക്കുകയാണോ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ്.
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ വചനം അള്ളാഹു പറയുന്നതായി നമുക്ക് കാണാം. പിന്നൊരു കാര്യം എന്താ അറിയോ, ഇത്തരം ദുരന്തങ്ങളൊക്കെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ കാലിഫോർണിയയിൽ ഈ തീ കത്തുമ്പോൾ ലോകത്ത് കോടികൾ കൊയ്യുന്ന സെലിബ്രിറ്റികൾ ജീവിക്കുന്ന നാടിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സകല പ്രൊഡക്റ്റുകളും അതിൻ്റെയൊക്കെ അധികായകന്മാരായ ആ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്തെല്ലാം ഫെസിലിറ്റീസുകളാണ് അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷ വേണോ? തിന്മകൾ അവസാനിപ്പിക്കുക. ഇതാണ് പ്രമാണങ്ങൾ നൽകുന്ന മൊത്തത്തിലുള്ളൊരു കാര്യം. അധർമ്മങ്ങൾ ദിനേന എന്നോണം പല രൂപത്തിൽ, പല കളറുകളിൽ, പല അവസ്ഥകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങളായി ശാസ്ത്രത്തിന് പലതും പറയാണ്ടാകാം. മണ്ണിൻ്റെ പ്രശ്നമാണ് അല്ലേ, ഉണങ്ങിയ മരങ്ങളുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കാറ്റിൻ്റെ തെക്കുവടക്ക് സഞ്ചാരം അതിങ്ങനെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എന്നൊക്കെ അവർക്ക് പറയാനുണ്ടാകാം. പക്ഷേ ഖുർആനിൻ്റെ വചനാമൃതങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു പ്രധാന കാരണം കാണാം. എന്താണ് ആ പ്രധാനം? ആ കാരണം എന്താണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും ഇതാ കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറയാണ്. ഈ 2025 ഞാൻ ഈ മിമ്പറിന്ന് സംസാരിക്കുന്ന ഈ സമയത്തും ഈ വചനം തിളങ്ങി നിൽക്കുക. കടലിലും കരയിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്തേ കാരണം? ഖുർആൻ പറഞ്ഞത് ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് മൂലം. ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് മൂലം കടലിലും കരയിലും കുഴപ്പങ്ങൾ. ഇതാ അബുൽ ആലിയ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം, മൻ അസല്ലാഹ് ഫിൽ അർള്, ആരാണോ ഭൂമിയിൽ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ഫഖദ് അഫ്സദ ഫിൽ അർള്, തീർച്ചയായും അവൻ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയവനാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവനാണ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്? എന്തെല്ലാം മേഖലകളിൽ തെറ്റാണെന്നറിയാം, ഞാൻ ഈ ചെയ്യുന്നത് വലിയ അധർമ്മമാണെന്നറിയാം. എന്നാലും ആ പാപം ആദ്യം ചെയ്തപ്പോഴുള്ള മനസ്സാക്ഷി കുത്തല്ല, കുറേ കാലങ്ങളായി അത് ആവർത്തിച്ച് ചെയ്തപ്പോൾ ഉണ്ടായത് അതൊരു തിന്മയല്ലാത്തതുപോലെ അവരെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരുവരെ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവർ വരെ തിന്മയുടെ പ്രതിരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയാണ്, കാരണം ആകാശഭൂമികളുടെ നല്ല നിലനിൽപ്പ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം. ഈ പ്രപഞ്ചം താളം തെറ്റാതെ എന്നും ഇതുപോലെ നിലനിൽക്കണോ? കാനനങ്ങളിൽ ആ സുന്ദരമായ കാനനങ്ങളും കളകളാരവം മുഴക്കി ഒഴുകുന്ന പുഴകളും ശാന്തഗംഭീരമായ നമ്മുടെ നാടുകളും അതുപോലെ നിലനിൽക്കണോ? തിന്മകൾ അവസാനിപ്പിക്കണം, തിന്മകൾ അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, നിലനിൽപ്പ് തേടുന്ന പല രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ മുൻകൈയെടുത്ത രാജ്യമായിരുന്നു അമേരിക്ക. ഫിലസ്തീൻ ഇപ്പോഴും, ഫിലസ്തീൻ അടക്കമുള്ള എത്രയോ രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കിയതും ഇപ്പോഴും തുടരുന്നതവരാണ്, ഒരു സംശയവുമില്ല. അള്ളാഹു ഫിലസ്തീനിലെ മുസ്ലിം അംഗങ്ങൾക്ക് അള്ളാഹു അവിടെ സ്വാതന്ത്ര്യവും സമാധാനവും നിർഭയത്വവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയാണ് അവർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം. എത്രത്തോളം അറിയങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ സമ്പത്ത് കൊഴിയുന്നത്, സമ്പത്ത് പൊടിപൊടിക്കുന്നത് അല്ലേ, പോൺ സൈറ്റുകൾ വിൽക്കപ്പെടുന്ന രാജ്യങ്ങളിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അല്ലാന്ന് പറയാൻ പറ്റുമോ? കാലങ്ങളായി പാവപ്പെട്ട ഒരുപാട് രാജ്യങ്ങളുടെ മേൽ ബോംബാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി, അധിനിവേശങ്ങൾ നടത്തി പിടിച്ചടക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതായത് ഞങ്ങൾക്ക് മേൽക്കോയ്മ തരാൻ ആരുമില്ല എന്ന് പറയുന്ന നാടാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ ചിന്തിക്കണം, അവിടെ ചിന്തയുള്ളവർ ചിന്തിക്കണം, ദൈവം ഞങ്ങൾക്ക് തരുന്ന വലിയ ശിക്ഷയാണോ ഇത് എന്ന് അവർ ചിന്തിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. എന്നിട്ട് അല്ലാഹു പറയാണ്, എത്രയോ രാജ്യങ്ങളെ തിന്മകൾ അധികരിച്ചതിന്റെ കാരണത്താൽ നാം അവരെ പിടിച്ചു. അല്ലാഹു പറയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബി,
എല്ലാ രാജ്യക്കാരെയും ഞാൻ പിടിച്ചിട്ടുള്ളത് എന്തിൻ്റെ പേരിലാ? അവരുടെ ദമ്പ് കാരണമാണ്. ദമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാപങ്ങൾ. എന്നിട്ടല്ല പറയുന്നു ചില നാടിനെ കുറിച്ച്, അതിശക്തമായ കാറ്റുകൊണ്ട് പിടിക്കപ്പെട്ട സമൂഹമുണ്ട്. ശക്തമായ ഘോരമായ ശബ്ദം കൊണ്ട് പിടിക്കപ്പെട്ട സമൂഹമുണ്ട്. ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ട് പിടിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട്. അവരെ കൂട്ടത്തിൽ മുക്കിക്കൊന്നവരുണ്ട്. അല്ലാഹു പറയാണ്, ഒരാളോടും അല്ലാഹു അതിക്രമം കാണിക്കൂല. ചെയ്തതിൻ്റെ കാരണത്താൽ തന്നെയാണ്, പാപങ്ങളുടെ കാരണത്താൽ തന്നെയാണ് ഈ ശിക്ഷ അവർ അനുഭവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാണ്. അതിന് സമയമല്ല. ഖുർആൻ പറയാണ്, ഉറങ്ങുന്ന സമയത്താകാം, പകലാകാം, അവർ കളിച്ചാനന്ദിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാകാം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിലും ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. അതെന്തിനാണെന്നല്ല പറയുന്ന ഭാഗത്ത് കാണാം, ലഅല്ലഹും യതളറഊൻ, വിനയാന്വിതരാകുവാൻ വേണ്ടിയാണ്. ഇതിൽ നമ്മൾക്ക് പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങളിൽ നിന്ന്, ഒരിക്കലും ഒരു നാട് ആക്രമിക്കപ്പെടുമ്പോൾ, ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് സന്തോഷപ്പെടൂല. അല്ലാഹുവേ, ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ മാത്രം അവർ നിന്ദ്യരായി പോയല്ലോ എന്ന് ഖേദിക്കുകയും ആ ആക്രമിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആരും സന്തോഷിക്കുന്ന ആളുകളാകരുത്. ആരും ആക്രമിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാകരുത് വിശ്വാസികൾ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് പ്രതിവിധികൾ തേടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് ദുരന്തങ്ങൾ തുടർക്കഥയാണ്. ഇത് ആദ്യത്തെ ദുരന്തമൊന്നുമല്ല. ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു വലിയ ഉരുൾപൊട്ടൽ, അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലുണ്ടായ അപകടങ്ങൾ, അതുപോലെ തന്നെ ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഭൂചലനങ്ങൾ, കൊടുങ്കാറ്റുകൾ, പലതും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ, ഇന്നലെ വരെ ഭൂചലനങ്ങളുണ്ടായ അതിസമ്പന്നതയുടെ രാജ്യങ്ങളുടെ ചരിത്രമൊക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രതിവിധികൾ തേടി അലയുകയാണ് ലോകമെന്ന് നമുക്കറിയാം. യഥാർത്ഥ പ്രതിവിധികൾ എന്താണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത് പറഞ്ഞത്, ഏത് ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷ വേണോ, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പാപമോചന തേട്ടമുണ്ടാകണം എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, റബ്ബിനോട് തൗബ തേടുക. തിന്മകളുടെ ആധിക്യമാകാം ദുരന്തങ്ങളുടെ കാരണമെന്ന് നാം തിരിച്ചറിയേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു കഴിഞ്ഞു. തിന്മകൾ ചെയ്തത് കൊണ്ടാണ് ലോകത്ത് ദുരന്തങ്ങൾ ഇറങ്ങിയത്. നൂഹ് നബിയുടെ ജനതയാണ് ആദ്യമായി ശിക്ഷിക്കപ്പെട്ടത്. തിന്മ ചെയ്തത് കൊണ്ടായിരുന്നു. എന്തായിരുന്നു ആ തിന്മ? ശിർക്കായിരുന്നു. ലൂത്ത് നബിയുടെ ജനത, സഡോം നിവാസികൾ, ഇന്നും ചാവുകടൽ നിലനിൽക്കുന്ന രാജ്യം, അതിൻ്റെ കിലോമീറ്ററുകൾ പരിസരത്ത് വരെ ഒരു ജീവജാലങ്ങളും നിലനിൽക്കുന്നില്ല. ആ വെള്ളത്തിൽ, സാധാരണ കടലുകളിൽ, സാധാരണ വെള്ളങ്ങളിൽ കാണുന്ന ജീവജാലങ്ങൾ പോലും ആ കടലിലില്ല. ആ രൂപത്തിൽ അല്ലാഹു ആ നാടിനെ നാമാവശേഷമാക്കി കളഞ്ഞു. എൻ്റെ കാരണം ആ നാട്ടിലുണ്ടായിരുന്ന സ്വവർഗരതി, ആ നാട്ടുകാരുടെ ധിക്കാരം, അതുപോലെ തന്നെ ആദ് ജനത, സമൂദ് ഗോത്രം, കഴിഞ്ഞുപോയ ഓരോ വിഭാഗങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ, എൻ്റെ ഖുത്ബയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, തിന്മയായിരുന്നു. ശരി, തിന്മകൾ വന്നു പോയാൽ ആ തിന്മകൾ പൊറുക്കാൻ റബ്ബ് റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്. അല്ലാഹുവിൻ്റെ ശിക്ഷകൾ ഇറങ്ങാതിരിക്കാൻ രണ്ട് സംരക്ഷണങ്ങൾ ഭൂമിയിലുണ്ട്. ആ രണ്ടെണ്ണത്തിൽ ഒന്ന് അല്ലാഹു ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒന്ന് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫതമസ്സകൂ ബിഹി,
ആ ഒന്നിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് മഹാനവറുകൾ പറയുന്ന കൂട്ടത്തിൽ അമ്മൽ മർഫൂ, ഉയർത്തപ്പെട്ട ആ സുരക്ഷാ കവചം ഏതാണെന്നറിയുമോ? ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉയർത്തപ്പെട്ട രക്ഷാ കവചം റസൂലുള്ളയാണ്. മുത്തനബി നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഈ സമൂഹത്തിലേക്ക് ശിക്ഷ ഇറങ്ങില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. വഅമ്മൽ ബാഖി, ഇനി ബാക്കിയുള്ളത്, മിൻഹുമ, ആ രണ്ടെണ്ണത്തിൽ ഇനി ബാക്കിയുള്ളത് ഫൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണ്. പാപമോചനമാണ് ഇനി ബാക്കിയുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് അദ്ദേഹം ഓതി, സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ വചനം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, ഓ റസൂലേ, നിങ്ങൾ അവരുടെ കൂടെ ജീവിച്ചിരിക്കെ അവരിലേക്ക് ശിക്ഷ ഇറങ്ങൂല, അവരെ ഞാൻ ശിക്ഷിക്കില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട് എങ്കിൽ അവരെ ഞാൻ ശിക്ഷിക്കില്ല. ഈ രണ്ടെണ്ണാണത്. അതിലൊന്ന് പോയി, അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുരക്ഷ പോയി. ഇനി ബാക്കിയുള്ളത് അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറാൻ, പാപമോചനമാണ്. ഈ പള്ളിയുടെ അകത്തിരുന്ന്, ജോലി ചെയ്യുന്ന ഇടങ്ങളിലിരുന്ന്, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലിരുന്ന് തൻ്റെ നാവിനെ ഇസ്തിഗ്ഫാർ കൊണ്ട് പച്ചപിടിപ്പിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പ്രഭാതത്തിൽ ചൊല്ലേണ്ട 18ഓളം അദ്കാറുകളിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. വൈകുന്നേരങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ചൊല്ലാൻ പറഞ്ഞ അദ്കാറുൽ മസായിലെ 18ഓളം ദിക്റുകളിൽ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. അത് പ്രാവർത്തികമാക്കിയാൽ എന്താണ് അവന്റെ കൂലി? രാവിലെ ചൊല്ലിയവൻ വൈകുന്നേരത്തിന് മരണപ്പെടുകയാണോ? അവർ സ്വർഗാവകാശിയാൻ. വൈകുന്നേരം ചൊല്ലി പ്രഭാതത്തിന്റെ ചക്രവാളങ്ങളിൽ സൂര്യൻ ഉദിച്ച് വരുന്നതിനും അവൻ മരണപ്പെടുകയാണോ? അവർ സ്വർഗത്തിലാൻ. ഈ രണ്ട് സമയത്തല്ലാതെ അടിമയുടെ റൂഹിനെ അള്ളാഹ് എപ്പോഴാണ് പിടിക്കണത്? അല്ലേ? പക്ഷെ നമുക്ക് എന്തിനു നമ്മൾ പറയാനുള്ള പോലെ ആറ്റിറ്റ്യൂഡ് വലിയ പ്രശ്നമാണ്. മനസ്സ് വേണം. ഏറ്റവും നല്ല പ്രാർത്ഥന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു അടിമ പറഞ്ഞ റബ്ബ് എത്ര സന്തോഷിക്കുന്നുണ്ടെന്നറിയോ? പക്ഷെ അത് പറയണമെങ്കിലും മനസ്സ് വേണം. വണ്ടി കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറന ചെല്ലപ്പോൾ എത്ര പണിയുണ്ടോ? പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക പറയാൻ പണിയുണ്ടോ? പക്ഷെ എന്ത് വേണം? മനസ്സ് വേണം. സഹോദര, ഡ്രസ്സ് ധരിക്കുമ്പോൾ വലത് കൈയിലൂടെ ധരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ കൂലിയാണ്, അല്ലേ? അൽഹംദുലില്ലാഹില്ലദി കസൗതനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ഡ്രസ്സ് ധരിച്ചിട്ട് പറയാൻ അര മിനിറ്റ് വേണോ? 30 സെക്കൻഡ് വേണോ? വേണ്ട, 15 സെക്കൻഡ് മതി. ആത്മാർത്ഥമായിട്ട് പറയാത്ര മതി, അല്ലേ? പക്ഷെ അത് ചെല്ലാൻ നമുക്ക് തോന്നുന്നുണ്ടോ? എന്തേ കാരണം? മനസ്സില്ല. നമ്മൾ ടോട്ടൽ പറയല്ല, നമ്മൾ പല വിഷയങ്ങളും അശ്രദ്ധരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് മരങ്ങളിൽ കൂടുകൂട്ടിയ പക്ഷികൾക്ക് അതൊരു സുരക്ഷയാകുമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന, നാടുകളിൽ ജീവിക്കുന്ന മിണ്ടാ പ്രാണികൾക്ക് ശിക്ഷ ഇറങ്ങുന്നതിലൂടെ നാശമടയുന്നതിൽ നിന്ന് ഈ പള്ളിയിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒരു സുരക്ഷ നൽകുമെങ്കിൽ എന്തേ നമുക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൂടാ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് ദഅവത്ത് നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞെന്താ? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേട്, അള്ളാഹ് പുറത്തു തരുന്നവനാണ്. അള്ളാഹിൻ്റെ 3 നാമങ്ങൾ എങ്ങനെയാ? ഒന്ന് ഗാഫിർ എന്നാണ്, ഒന്ന് ഗഫാർ എന്നാണ്, മറ്റൊന്ന് ഗഫൂർ എന്നാണ്. ഇത് 3 അർത്ഥത്തിലാണെങ്കിലും അള്ളാഹ് പാപങ്ങൾ പുറത്തു തരുന്നവനാ. അലി റളിയല്ലാഹു അൻഹു പറയണ കാണാം, ഖുർആൻ്റെ ആയത്തുകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരായത്തുണ്ട്. അതേതാണ്? അല്ലേ? നബിയെ, എൻ്റെ അടിമകൾ, പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകൾ, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എൻ്റെ ഖുതുബ കേൾക്കുന്നവരെ, ശ്രദ്ധിക്കുന്നവരെ, വിശ്വാസികളെ, അല്ലാഹ് പറയാൻ 10,000 അല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഇടാൻ പറ്റുന്ന പൂജകളൊക്കെ ഇട്ട് അത്രത്തോളം തിന്മകൾ വന്നു പോയിട്ടുണ്ട് എങ്കിലും 3 കണ്ടീഷനുകൾ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തു തരും. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഇനി ഞാൻ തിന്മകളിലേക്കില്ല എന്ന് തീരുമാനിക്കലാണ്. അല്ലാതെ ഇസ്തിഗ്ഫാർ തേട പിന്നെ ആവർത്തിക്കുക, ആ പണി നടക്കൂല. ഒന്നാമത്തത് എന്താണ്? റബ്ബേ, ഞാൻ അത് ചെയ്തു പോയി. രണ്ടാമത്തത് എന്താണ്? ഇനി ഞാൻ അതിലേക്കില്ല. മൂന്നാമത്തത് തുടർ ജീവിതം നന്മ കൊണ്ട് സമ്പന്നമാക്കുക. ഈ 3 കണ്ടീഷനുകൾ അംഗീകരിച്ച് റബ്ബിലേക്ക് നീ ചെയ്ത പാപങ്ങളുടെ കൂമ്പാരം റബ്ബിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത്. ആ പുറത്തു തരുന്ന എന്തൊക്കെ ഓഫറാണ് കിട്ടുന്നത് നിങ്ങൾക്ക്? ജീവിതത്തിൽ സമാധാനം, രണ്ടാമത്തത് പാപങ്ങൾ പൊറുക്കപ്പെടും, മൂന്നാമത്തത് സ്വർഗം, നാലാമത്തത് തൂബ എന്ന് പറയുന്ന സ്വർഗത്തിലെ പ്രത്യേക ഇടം, അഞ്ചാമത്തത് ഈ നാട്ടിലേക്ക് ശിക്ഷ ഇറങ്ങില്ല. എന്ത് നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? ഈ ലോകത്ത് നടക്കുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾക്ക് നൽകേണ്ട സന്ദേശം അതായിരിക്കണം.
ചില ആളുകൾ വിചാരിച്ചെന്തറിയോ, ഞാനൊക്കെ നന്മയിൽ തന്നെയാണ് ഉസ്താദേ, തിന്മകളൊന്നും അല്ലാതല്ല, എല്ലാ നന്മകളും ഞാനുണ്ട്. പക്ഷെ നീ തിന്മ ഏറ്റു പറയാറുണ്ടോ? അത് പറയണം, പ്രത്യേകിച്ച് പറയണം. ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. സൂറത്തു ഫുർഖാനിൻ്റെ അവസാനത്തെ ആയത്താണ്. നബിയെ, നിങ്ങൾ എന്നോട് തേടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? നമ്മളൊക്കെ പറയാറുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നിങ്ങൾ എന്നോട് തേടിയില്ലെങ്കിൽ. ആ തേട്ടത്തിലെല്ലാം പെട്ടു. ഇസ്തിആദ പെട്ടു, ഇസ്തിആന പെട്ടു, ഇസ്തിഗാസ പെട്ടു, പ്രാർത്ഥനകൾ പെട്ടു, ആരാധനകൾ പെട്ടു, എല്ലാം പെട്ടു. നിങ്ങളതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കില്ല. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞതാ. എല്ലാ ആരാധനയിലും പ്രാർത്ഥന ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റണം. നിസ്കാരം കഴിഞ്ഞ്, ഇബാദത്തുകൾ കഴിഞ്ഞ്, പറ്റുമെങ്കിൽ തഹജ്ജുദിൻ്റെ ഇടവേളകളിൽ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ വിവേകികളാവുക. ഒരിക്കലും വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ പ്രചരിപ്പിക്കുന്ന ആളുകളായി നമ്മളാരും മാറരുത്. എന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചൊരു വചനാണ് 49-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. ഒരുപക്ഷെ കേട്ട നിങ്ങൾക്കും ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ 1400 കൊല്ലം പഴക്കമുള്ള ആയത്താണോ എന്ന് വരെ ചിന്തിച്ചു പോകും നമ്മൾ. ഖുർആൻ പറയാണ്, വാർത്തകളൊക്കെ നിങ്ങളെ കൈകളിലെത്തിയാലേ, ഏതെങ്കിലും രാജ്യത്തുള്ള വാർത്തകൾ ചിലപ്പോൾ പൊടിപ്പും തുങ്കലൊക്കെ തേട്ടില്ലേ, ഫലസ്തീനുകൾ ആക്രമിച്ചത് കൊണ്ട് അമേരിക്കക്കാർക്ക് കിട്ടിയ ദുരന്തം, അത് ഷെയർ ചെയ്യുന്ന ആൾക്കാരാരാ? നമ്മൾ. എവിടേക്കാണ് ഷെയർ ചെയ്യണത്? ഒരു മുക്ക് അങ്ങാടി ചെന്ന് പ്രസംഗിച്ചാൽ ചിലപ്പോൾ 100, 100, 200 ആളെ കേൾക്കുള്ളൂ അല്ലേ? പക്ഷെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാലോ അതിനേക്കാൾ എണ്ണ ആൾക്കാരതിലുണ്ട്. എന്നിട്ട് ഓലെന്താ പഞ്ഞി ചെയ്യണത്? അടുത്ത ഗ്രൂപ്പൊക്കെ വിടുകയാണ്. ആരപ്പത്തിൻ്റെ പിന്നു പണിയെടുത്ത് ഓൻ അതിൻ്റെയൊക്കെ ശിക്ഷ. എന്താ വാർത്ത? അവിടെ കൊടുത്തോണ്ട് ഇവിടെ കിട്ടി. ആര് പറഞ്ഞു നിന്നോട്? എൻ്റെ ഖുത്ബയിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞെന്താ? അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ ഒരു നബി നമ്മളെ കൂടെ വേണം, എന്നിട്ട് ജിബ്രീൽ വഹി കൊടുക്കണം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇത് പരീക്ഷണാണോ ശിക്ഷയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഒരുപാട് വാർത്തകൾ ഇങ്ങനെ സത്യവും അസത്യവും നോക്കാതെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബ. ഒരു കപടൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഫതബയ്യനു, വ്യക്തമായി അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അത് പ്രചരിപ്പിക്കരുത്, സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. എന്തേത് പറയാൻ കാരണം? അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു ജനതയെ അജ്ഞതയിൽ അകപ്പെടുത്താൻ അതിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ടച്ച് ഫോണുകളൊക്കെ ഉള്ള കാലമാണല്ലേ, 1, 2 ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പൊയ്ക്കോളും. അതുകൊണ്ട് ഓരോ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോഴും വിവേകികൾ എന്നുള്ള നിലക്ക് വിശ്വാസികൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, റബ്ബിലേക്കെല്ലാം തവക്കുൽ ചെയ്ത് മടങ്ങുക, വിനയപ്പെട്ട് മടങ്ങുക. ഈ അൻസുറുക്കുമുള്ള ഫല ഗാലിബലക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു നിങ്ങളെ നിന്ദ്യരാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ആ അള്ളാഹുവിൻ്റെ അപ്പുറത്ത് നിങ്ങളെ കാക്കാൻ, ആ നിന്ദ്യതയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്ക് നന്മയുമായി മുന്നേറാം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നൊരു ജനതയുണ്ടോ, ആ ജനതയിലേക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങില്ല. ഈ നാട്ടിലുള്ള സകല ആളുകൾക്കുമുള്ള കവചമാണ് സഹോദരങ്ങളെ തൗഹീദിൻ്റെ ആളുകളായ നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ സമൂഹത്തിൻ്റെ രക്ഷാ കവചമാണ്. എവിടെയാണോ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന, നൂഹ് നബിയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് ലൈലും വനഹാറ, രാവും പകലും ഇല്ലാതെ റബ്ബിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത പ്രവാചകനെന്ന് വാദ പറയാനാണോ, ഖുത്ബ പറയാനാണോ സമൂഹത്തിന്റെ മുന്നിൽ? അത് ഉറക്കെ പറയാൻ മാത്രമല്ലല്ലോ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ചെയ്യാനുള്ളതല്ലേ. നമ്മൾക്ക് റെസ്റ്റ് എവിടെയാണ്? ഖബറിലാണ്. നമ്മൾക്ക് റെസ്റ്റ് എവിടെയാണ്? ഖബറിലാണ്. അത് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. പക്ഷേ ഇതിനോടൊന്നും സഹകരിക്കാതെ ജീവിച്ചു പോകുന്ന നൂറുകണക്കിന് ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സഹോദര, ഈ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരായി മാറുക. അള്ളാഹു നമ്മയെല്ലാം അത്തരത്തിലുള്ള വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ ഏറെ പ്രയാസപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ക്യാൻസർ ബാധിച്ച ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ. ഒരിക്കലും ആ രോഗം അദ്ദേഹത്തിന് മാറാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന, പിന്നെയോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളൊരു ആമീൻ പറഞ്ഞാൽ ആ രോഗം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരൻ്റെ ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിച്ച് അള്ളാഹു അദ്ദേഹത്തിന്
ആരോഗ്യം തിരിച്ചു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗത്തെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും രോഗികളുണ്ട്, ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ പരിചയത്തിലുണ്ട്, അല്ലാത്തവരുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിഹാരം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.